fool, these brothers my guys. Know that we fly, know that they ride or die. ഹലോ ഗൈസ്, അപ്പോൾ ടോമിക്കുമെൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ വണ്ടി ഇറക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇന്ന് വണ്ടി എടുത്തിരിക്കും. ഓക്കെ, BMW വണ്ടി. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു കമൻറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. അതിൽ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. അതെന്തോ യൂട്യൂബിൻ്റെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ അത് ഇന്നിപ്പോൾ ശരിയാക്കണോ നമുക്ക് നോക്കാം. ഓക്കെ, അത് ഞാനത് വെക്കാത്തതല്ല, അത് ഞാൻ ഓണാക്കിയിട്ടിട്ടുണ്ട്, കമൻറ്റ് ഓപ്ഷൻ ഓണാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെന്തോ പറ്റിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ടാക്സിയിലാണ് പോകുന്നത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ ഈ വാരം തുറക്കട്ടെ. ഈ ടാക്സിയുടെ ശബ്ദം ഭയങ്കര ശബ്ദം കേട്ടോ, ഭയങ്കര ശബ്ദമായതുകൊണ്ട് കേൾക്കുന്നില്ല അങ്ങോട്ട്. അപ്പോൾ ഞാൻ ടാക്സി കയറിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ട്രോപ്പിക്ക് പോട്ടെ. ഓ ചേട്ടോ, ട്രോപ്പിക്ക് തന്നെ പോകണേ. ഇരിക്കട്ടെ. ഇയാൾക്ക് ഭയങ്കര സ്പീഡാട്ടോ എൻ്റെ മോനെ. അതാ ഇടിച്ചു പൊളിച്ച. അതാ ചേട്ടാ, കുഴപ്പമില്ല പക്ഷേ അവിടെ വേണ്ടെന്ന് എനിക്ക് തോന്നി. ശരി, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇയാളുടെ കൂടെ അവിടെ വരെ പോകണല്ലോ എന്ന് ആരെക്കൂടാണ് തോന്നുന്നത്. പക്ഷെ എന്തോന്ന് എന്നെ പറപ്പിക്കില്ല. ടാക്സിയൊക്കെ മെല്ലെ പോകുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതെന്തത് ചേട്ടാ, ഇത് കുറച്ച് എന്താ എക്സ്പെൻസീവ് ടാക്സിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഗൈസ്, ഞാനതിൽ ടാക്സ് വെച്ചപ്പോൾ അതിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് എക്സ്പെൻസീവും ഒന്ന് ന്യൂബും. 3 ഉണ്ടായിരുന്നു. ഒന്ന് ന്യൂബ്, ഒന്ന് എന്താ മിനിമം, ഒന്ന് എക്സ്പെൻസീവ്. അപ്പോൾ ഞാൻ എക്സ്പെൻസീവ് എന്താണ് മിനിമത്തിൽ ഞാൻ പോയിട്ടുണ്ട്, അത്യാവശ്യം മെല്ലെയൊക്കെ പോകും. പക്ഷേ എന്താ ന്യൂബിൽ ഞാൻ ന്യൂബ് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ പോയപ്പം കുറച്ച് ഡോളറേ ഉള്ളൂ. അപ്പോൾ അതിൽ പോയപ്പോൾ എന്താ ഭയങ്കര വൃത്തിയില്ലാത്തൊരു വണ്ടിയാണ് വന്നത്. അപ്പം ഞാൻ അതിൽ പോകണ്ട. പിന്നെ ന്യൂബല്ല മറ്റേ മിനിമത്തിൽ ഞാൻ പോയതാണ്. അതിൽ നല്ല കംഫർട്ടൊക്കെ ഉള്ള ഒരു വണ്ടിയൊക്കെയാണ് വന്നത്. അപ്പോൾ എക്സ്പെൻസീവ് ഇതിനേക്കാളും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് റോൾസ് റോയ്സൊക്കെ വന്നാലെന്ന് വിചാരിച്ചിട്ടാണ് ആക്കിയത്. ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ ഞാൻ എന്നിട്ട് ഞാൻ നോക്കി നോക്കട്ടെ, അതിൽ എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ, മൊബൈലിൽ നോക്കട്ടെ ഗൈസ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്, സ്പീഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ടില്ല. കുഴപ്പമില്ല, ഇനിയിപ്പോൾ പെട്ടെന്ന് എത്താലോ. അവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വരണമെന്ന്. എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് എത്തും. ഇയാളുടെ പോക്ക് കണ്ടിട്ട് പെട്ടെന്ന് മേളിലോട്ട് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വഴി ഇയാൾ കുറുക്ക് വഴിയിലാണോ? അല്ലല്ലേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടെ എത്തട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ബോറടിക്കും. അപ്പോൾ ഞാൻ അവിടെ എത്തട്ടെ ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ 40 പോകാൻ പാടുള്ളൂ ചേട്ടാ. 40 പോലെ അതിൻ്റെ ചരിത്രത്തിനുള്ള 40 പോലെ ഒരു 100-110 അതിൽ പോകണം. ഇവിടെയൊക്കെ വണ്ടി പൊളിയായിട്ട് ചേട്ടാ. ഇത് എൻ്റെ വണ്ടിയല്ല, താങ്കളുടെ വണ്ടിയാണ്. എൻ്റെ വണ്ടിയല്ല ഇത്. എൻ്റെ പേര് എൻ്റെ ഓഫീസറിൻ്റെ വണ്ടിയാണ്. ഞാൻ ടാക്സി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ശരി ചേട്ടാ, ഇവിടെ നിർത്തിയാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് പൊക്കോളാം. ചേട്ടാ കുഴപ്പമില്ല, നമുക്ക് ഷോറൂമിൽ ഇടിച്ചങ്ങ് പൊളിക്കുക. ഇത് തൻ്റെ അമ്മമ്മ വീടല്ല അവിടെ പിടിച്ച് പൊളിച്ച് പോകാൻ. ശരി ചേട്ടാ, ഇവിടെ നിർത്തിക്കോളാം. അയ്യോ, ആ പോസ്റ്റ് പോയി. ഇയാളെ കൊണ്ട് ഇനി ഒരിക്കലും പ്രീമിയം എടുക്കരുത്, എക്സ്പെൻസീവ് ഒരിക്കലും എടുക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവാം, നടന്നു പോവാം, അല്ല ഓടിപ്പോവാം. അവിടെ എത്തുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആവാം. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടി എവിടെ വെച്ചിരിക്കുന്നത് അറിയില്ല. വണ്ടി ഞാൻ ഒളിപ്പിച്ച് വെക്കണം എന്ന് പറഞ്ഞായിരുന്നു, കാരണം ഇവർ ചിലപ്പോൾ മുന്നിൽ തന്നെ കൊണ്ടുപോയി നിർത്തും വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിലോട്ട് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ചോദിച്ചോക്കട്ടെ. ചേട്ടാ വണ്ടിയൊക്കെ സെറ്റാണ് മോനെ. വണ്ടിയൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ഏട്ടാ. ഇന്നലെ വന്നപ്പോൾ ഈ ശബ്ദമായിരുന്നില്ലല്ലോ. ഇയാൾക്ക് ഒരു ശബ്ദം എന്താ ആർക്കറിയാം ഗൈസ്. അപ്പം നമുക്ക് മേളിൽ പോയി ഇരിക്കാം. അപ്പം മേളിൽ പോയി ഇരുന്നാൽ വണ്ടി സെറ്റാക്കി അവർ നിർത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വണ്ടി സെറ്റല്ലേ? വണ്ടി സെറ്റോ? ഇയാളെങ്ങോട്ട് കയറി പോണേ? അവിടെ ഇരുന്ന് കേട്ടോ സോഫയിലും.
സോഫയിൽ ഇരിക്കട്ടെ. ചേട്ടാ ഇതെന്താ പറ്റി? എനിക്ക് ഇവിടെ ഇരിക്കാനാണ് രസം. നമ്മളെന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ഹൈവേയിലോട്ടൊന്ന് കയറാം. ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് നേരം മിണ്ടാണ്ട് നിന്ന് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാനാണ് ഇങ്ങനെ സെറ്റ് ചെയ്യില്ലേ. അപ്പോൾ എന്തായാലും ശബ്ദമൊക്കെ നമ്മൾ കുറച്ച് സെറ്റാക്കുന്നതായിരിക്കും. നമുക്ക് സൈലൻസറൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്യണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിക്കാം. ഇതിൽ പെട്രോൾ ഉണ്ടാവുമോ അറിയില്ല, അതുകൊണ്ട് നമുക്കിത് പെട്രോൾ അടിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഹൈവേയിലോട്ട് ഇനി പോയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ പവർ കണ്ടോ, സീറ്റ് കണ്ടോ. ആരായാലും ഒന്ന് ഇരുന്ന് പോകും. സെറ്റ് സാധനം. അപ്പോൾ നമുക്കെന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് പെട്രോൾ മാനുവലി ഇരിക്കാറുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഹൈവേ പിടിക്കണം. ഹൈവേ പിടിച്ചിട്ട് അവിടെ നിന്ന് നേരെ പറപ്പിച്ച് വിടാം. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് പറപ്പിക്കാം. M5ൻ്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എനിക്കത് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഹൈവേ പിടിക്കാം. ഹൈവേന്ന് പറപ്പിക്കണം. കുറേ പേര് ഞാനിങ്ങനെ മൾട്ടിപ്ലെയറിലൊക്കെ കയറുമ്പോൾ ഹൈവേയിലിട്ട് പറപ്പിക്കുന്ന കാണലുണ്ട്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി മൾട്ടിപ്ലെയറിലൊക്കെ കയറിയിട്ട് അങ്ങനെ പറപ്പിച്ച് നോക്കണം. അപ്പോൾ എന്നെ അറിയുന്നവരുണ്ടെങ്കിൽ ചോദിക്കാറൊക്കെ ഉണ്ട് മൾട്ടിപ്ലെയറിൽ കയറുമ്പോൾ. അതെനിക്കൊരു സന്തോഷമാണ്. 7 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ആ കൂടി. ഞാനിപ്പോൾ തന്നെ പറയാം, 7 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ആ കൂടി. പക്ഷേ 7 സബ്സ്ക്രൈബേഴ്സിൽ ഒരാളെങ്കിലും എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. കുറേ പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബും ലൈക്കൊന്നും അടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് അതുകൂടെ ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുക, ലൈക്ക്. ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും പറപ്പിക്കാം. ഞാൻ കുറേ ഡിലേ ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ 10 ആയതുകൊണ്ട് ഫോണിലായില്ല, അതുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി അങ്ങോട്ട് കത്തിച്ച് വിടാം ഗൈസ്. എൻ്റെ മോനെ എനിക്ക് കോരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നിർത്താം. ഓക്കെ. ഈ ഭാഗത്തായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തി നോക്കുക. എവിടെ ഇപ്പോൾ നിർത്തുക ഗൈസ്? നല്ലൊരു സ്ഥലം കാണുന്നില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിർത്തിയാലോ? ഈ ഒരു ഭാഗത്തായിട്ട് നിർത്തിയാൽ നല്ലൊരു സ്ഥലമായിരുന്നില്ലേ? ഇവിടെ നിർത്താം ഗൈസ്. ഇവിടെ നിർത്താം. ഇവിടെ നിർത്താം. വണ്ടി ഇനിയിപ്പോൾ സെറ്റപ്പ് ആക്കണം. നമ്മൾ സെറ്റപ്പ് ആക്കും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളെന്തായാലും പുറത്തിറങ്ങട്ടെ ഒന്ന്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇങ്ങനെ നിന്നാലും ഇരിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ ഗൈസ്? നമ്മുടെ ചെറുക്കൻ നിൽക്കുന്ന കണ്ടോ? എൻ്റെ ഭംഗിയാ. കൊത്തിയാവുന്ന ഗൈസ്. കണ്ണെടുക്കാനേ തോന്നില്ല, അത്രയും ഭംഗി. ഞാനത് ഇതാക്കി പറയുന്നതല്ല, അത്രയും രസമുണ്ട് കാണാൻ. ആ റെഡ് കളറൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഞാൻ റെഡ് കളറാക്കാൻ നോക്കുന്നില്ല, ഞാൻ വേറൊരു കളറാക്കാനാണ് നോക്കുന്നത്. ആ കളർ എനിക്ക് ഇതുവരെയായിട്ട് മൈൻഡിലോട്ട് കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.